തിരുവനന്തപുരം മംഗലപുരത്ത് കൊല്ലപ്പെട്ട ഭിന്നശേഷിക്കാരിയായ വയോധിക ബലാത്സംഗത്തിനിരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം. 65 വയസ്സുള്ള തങ്കമണിയാണ് മോഷണശ്രമത്തിനിടെ കൊല്ലപ്പെട്ടത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പോത്തൻകോട് സ്വദേശി തൗഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗലപുരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ തങ്കമണി ബലാത്സംഗത്തിനിരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ് കണ്ടെത്തി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്വേഷണത്തിൽ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോത്തൻകോട് സ്വദേശി തൗഫീഖ് കസ്റ്റഡിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ കേസുകൾ അടക്കമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മംഗലപുരം കൊയ്ത്തൂർക്കോണം UP സ്കൂളിന് എതിർവശത്ത് മണികണ്ഠ ഭവനിൽ തങ്കമണിയെ ഇന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ തനിച്ചാണ് താമസിച്ചിരുന്നത്. പൂജയ്ക്കായി വീടിനടുത്തുള്ള പറമ്പിൽ പൂ പറിക്കാനായി പോയ ഇവർ മടങ്ങിയെത്താത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾ നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്. തങ്കമണിയുടെ സഹോദരിയാണ് വീടിനടുത്തുള്ള പുരയിടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. തങ്കമണിയുടെ കാതിലുണ്ടായിരുന്ന കമ്മലും നഷ്ടമായിട്ടുണ്ട്. കൊലപാതകം മുൻനിർത്തിയാണ് മംഗലപുരം പോലീസ് അന്വേഷണം നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.